Hi guys, welcome to my another video. ഇപ്പോൾ നമ്മൾ പുറത്തോട്ട് പോവാണ്. So I will show you something. ഇവിടെ സമ്മർ ആയി കഴിഞ്ഞാലൊക്കെ ഇങ്ങനെയാ, നിറച്ച് പൂക്കളൊക്കെ ഉണ്ടാവും. കുട്ടികളൊക്കെ സൈക്കിളൊക്കെ ആയിട്ട് ഇറങ്ങും. ഇതിവിടെ ഒരു 1 month ബിഫോർ, ഒരു മാസം മുമ്പ് സ്റ്റാർട്ട് ചെയ്ത വീടാണ്. ഏകദേശം ഒരു മാസം ആവണേ ഉള്ളിൽ തന്നെ വീടിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞ് ഏകദേശം പാലുകാച്ചലാവാറായി. അത്രയും സ്പീഡിലാണ്. പിന്നെ ഇവിടുത്തെ വീടുകളൊക്കെ ഏകദേശം ഒരു സെയിം പ്ലാനാണ്, അല്ലാതെ വലിയ വീട് ചെറിയ വീട് അങ്ങനെയൊന്നുമില്ല. എല്ലാ വീടും സെയിം തന്നെയായിരിക്കും. ഇതാണ് ഇവിടുത്തെ സമ്മർ കാഴ്ചകളൊക്കെ. നല്ല വെയിലൊന്നുമില്ല, തണുത്ത കാറ്റുണ്ട്, എന്നാൽ നമുക്ക് അത്യാവശ്യം വെയിലുണ്ട്. ഹായ് പറയ് ശംഭു. പറഞ്ഞ ചേച്ചി ഹായ് പറയ്. ശംഭു. ശംഭു ഇവിടെ അപർണ ചേച്ചിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം അപർണ ചേച്ചി എവിടെ കോട്ടിട്ടിട്ട് സമ്മറിനിരിക്കുന്ന കണ്ടില്ലേ. സോ നമ്മളങ്ങനെ പാർക്ക് ചെയ്തിട്ട് നമ്മളൊരു ഇന്ന സ്ഥലത്തേക്ക് വേണ്ടി എന്ന് വിചാരിച്ച് വന്നതല്ല. നമ്മൾ വെറുതെ ഇരിക്കുന്ന കാരണം കൊണ്ട് ഹൈ സ്ട്രീറ്റിലേക്ക് വരാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. പക്ഷേ പാർക്കിങ്ങിനൊന്നും ഒരു സ്ഥലം പോലും കിട്ടുന്നില്ല. അത്രയും ആൾക്കാർ ഈ സമ്മറായ കാരണം കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ പാർക്ക് ചെയ്യണ സമയത്താണ് ഇങ്ങനെ ഒരു ഹിസ്റ്റോറിക്കൽ സാധനം ഇവിടെ കണ്ടത്. ഇത് എന്താണെന്നൊന്നും ഞങ്ങൾക്ക് കാര്യമായിട്ട് അറിയില്ല. ജസ്റ്റ് ഒന്ന് അവിടെ പോയി നോക്കട്ടെ, അവരെന്തോ കാര്യമായിട്ട് എഴുതിയിട്ടുണ്ട് അവിടെ. സോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, മറ്റേ റിലീജിയസ് ആയിട്ടുള്ള എന്തോ ആണ്, എന്തോ സംഭവമാണ്. ഫസ്റ്റ് ഹൗസ് ഓഫ് അഗസ്റ്റീനിയൻ. ഓക്കെ, ഇതാണ്. നമ്മളതിൻ്റെ ഉള്ളിലേക്കൊന്നും പോകുന്നില്ല. ജസ്റ്റ് നമ്മൾ ഇതിൻ്റെ ഇടവഴിക്കൂട് നമ്മൾ ഹൈ സ്ട്രീറ്റിലോട്ട് പോകുന്നു. ഭയങ്കര വലിയ സംഭവം കേട്ടോ. സോ ഇതൊരു ചർച്ച്, പ്രീസ്റ്റ്, അഗസ്റ്റീനിയൻ, അങ്ങനെ ഒരു ക്രിസ്ത്യൻ റിലീജിയസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അത് കാരണം കൊണ്ട് തന്നെ ഇവിടുത്തെ കല്ലറകളാണിത്. എവിടെ നമ്മുടെ നാട്ടിലൊക്കെ കല്ലറ എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് വലിയ രീതിയിലൊക്കെ ചെയ്യില്ലേ. ഇതാണ് അവിടുത്തെ ജസ്റ്റ് കല്ലറ. അതുപോലെ തന്നെ ഇങ്ങനൊരു ജസ്റ്റ് ഒരു സ്ലാബേ ഉള്ളൂ. ഇതാ കുറച്ചുകൂടെ ഭംഗി. ചെസ് നമ്പർ 2 ഗ്ലാസസ് വെറും 5 പൗണ്ട് മാത്രം. ചേച്ചി വരും. ചെസ് നമ്പർ 3 പോസ്റ്റ് ഓഫീസ്. ഞങ്ങളിവിടെ പോസ്റ്റ് ഓഫീസിലേക്ക് വന്നേക്കാണ്. ചേച്ചിക്ക് BRP കട്ട് ചെയ്ത് അയക്കണം. സോ നമ്മൾ പോസ്റ്റ് ഓഫീസിലേക്ക് പോയിട്ടാണ് അത് കട്ട് ചെയ്ത് കൊടുക്കണ്ടേ. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഒരു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഐസ്ക്രീമും കിട്ടും, അതുപോലെ തന്നെ ചാറ്റ് അതും കിട്ടും. അപ്പോൾ ഞങ്ങളത് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നേക്കാണ്.
ഇങ്ങോട്ട് വെച്ചു ഞാൻ അല്ല അല്ല ചേച്ചി കഴിച്ചോ ചേച്ചി എല്ലാപ്പോഴും ഇങ്ങനെ തന്നെയാ തലയാട്ടുന്നത്. പിന്നെ പുറകോട്ട് പോകും. പാവ് ബജിക്ക് അത്ര ഫാൻസ് ഇല്ല കേട്ടോ. പാവബജിക്ക് ഫാൻസിലായിട്ടല്ലായിരുന്നു. എനിക്കും പാവബജി ഇഷ്ടം. പക്ഷേ ഈ സാധനം അവിടെ കിട്ടുന്നതിനുള്ള ടേസ്റ്റ് ഒന്നും ഇല്ല. താങ്ക് യു. അപ്പം നമ്മളങ്ങനെ വന്ന സ്ഥലത്ത് തന്നെ എത്തി. നമ്മുടെ ഏകദേശം എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞു. നമ്മളങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. സോ ബൈ.